ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വിറ്റമിൻ ഫുഡ് ചാലഞ്ചിൻ്റെ രണ്ടാമത്തെ വീഡിയോയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വിറ്റമിൻ B12 അടങ്ങിയ ഫുഡാണ്. വിറ്റമിൻ B12 നമ്മുടെ നാഡികളുടെ ആരോഗ്യത്തിനും തലച്ചോറിൻ്റെ ശരിയായ പ്രവർത്തനത്തിനും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത് കൂടുതലായും കാണപ്പെടുന്നത് നോൺ വെജ് ഫുഡിലാണ്, അതായത് മത്സ്യം, മാംസം, മുട്ട അതിലൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വിറ്റമിൻ B12 ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു മത്തിക്കറിയാണ്. തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്ത മത്തിക്കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായി ഞാനിവിടെ ഏകദേശം ഒരു 400 ഗ്രാം മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറിയ മത്തിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാനായി ഒരു സവാള ചെറുതായി അരിഞ്ഞതും ഏകദേശം 5 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും എടുത്തിട്ടുണ്ട്. ഈ പുളി നമ്മൾ ഇനി ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട്. കൂടാതെ 1/4 കപ്പ് തേങ്ങാപ്പാൽ കൂടി എടുത്തിട്ടുണ്ട്. ഇതധികം തിക്കായ തേങ്ങാപ്പാലല്ല, അത്യാവശ്യം വെള്ളം ചേർത്ത് അടിച്ചതാണ്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ച കുത്തലൊന്ന് മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാളയൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റി കൊടുക്കാം. സവാള ചെറുതായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. പൊടികളെല്ലാം ഒന്ന് ചൂടാക്കിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് പുളി കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 1/2 കപ്പ് ഉണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തേങ്ങാപ്പാൽ വെള്ളം ചേർത്ത് അടിച്ചെടുത്ത തേങ്ങാപ്പാൽ ആയതുകൊണ്ട് തന്നെ ഇത് പിരിഞ്ഞു പോവുകയൊന്നുമില്ല. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മത്തി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. തവി വെച്ച് അധികം ഇളക്കാൻ നിൽക്കണ്ട, കാരണം മീനൊക്കെ ഉടഞ്ഞു പോകും. എപ്പോഴും മീൻ കറിയൊക്കെ ഇതുപോലെ പിടിച്ച് ചുറ്റിക്കുന്നതാണ് നല്ലത്. ചട്ടിയിലായതുകൊണ്ട് അടിക്ക് പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും മത്തിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ കറി നന്നായി കുറുകിയിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാകും. കറി നന്നായി കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു നിൽക്കുന്നത് കാണാം. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്ത മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ദോശയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഈ തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്ത മത്തിക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.